പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ സമയം ഇവിടെ 12 മണിയാണ്. നട്ടുച്ച നേരമാണെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇവിടെ നേരം വെളുത്തൊരു പ്രതീതിയാണ്. കോടമഞ്ഞും ചാറ്റൽ മഴയും ഒക്കെ ആയിട്ട് നല്ലൊരു വൈബാണ് ഇപ്പോൾ അട്ടപ്പാടിയിൽ. മഴക്കാലം തുടങ്ങിക്കഴിഞ്ഞാൽ അട്ടപ്പാടി പിന്നെ ഇങ്ങനെയാണ്. ചുറ്റും കോടമഞ്ഞും നല്ല കാറ്റും ഇടയ്ക്കിടയ്ക്ക് വരുന്ന ചാറ്റൽ മഴയും, പിന്നെ പെയ്തു വന്നാൽ 2-3 മണിക്കൂർ നിൽക്കാതെ പെയ്യുന്ന മഴയും. അങ്ങനെയാണ് അട്ടപ്പാടിയുടെ ഒരു കാലാവസ്ഥ അന്തരീക്ഷം. കരണ്ടിൻ്റെ കാര്യമാണെങ്കിൽ പറയുകയും വേണ്ട. മഴ തുടങ്ങിയാൽ പിന്നെ അതിനെ നോക്കണ്ട. മലയോര പ്രദേശമായതുകൊണ്ട് തന്നെ കാറ്റിൻ്റെ ശക്തി അനുസരിച്ച് ഓരോ മരങ്ങളും വീഴും. അതിനിടയിൽ തന്നെ കരണ്ടും പോകും. പിന്നെ 5-6 ദിവസം കഴിഞ്ഞ് വന്നാലായി, വന്നില്ലെങ്കിലായി. നമ്മളിപ്പോൾ പോകുന്നത് ഈ കാണുന്ന ചോളപ്പാടത്തേക്കും അതുപോലെ തന്നെ ആനക്കൽ പാലത്തിലേക്കുമാണ്. 2 മണിക്കൂർ കൊണ്ട് പെയ്യുന്ന മഴയുടെ അവസ്ഥകൾ എന്തൊക്കെയാണെന്ന് ആ ഭാഗങ്ങളൊക്കെ കണ്ടാൽ മനസ്സിലാകും. എറണാകുളം അല്ലെങ്കിൽ തിരുവനന്തപുരം അങ്ങനെയുള്ള വലിയ വലിയ നഗരങ്ങളിൽ പെയ്യുന്ന മഴയുടെ അത്രയും കനത്തതല്ലെങ്കിലും നമുക്ക് അട്ടപ്പാടിയുടെ ഓരോ അവസ്ഥകളും അല്ലെങ്കിൽ ഓരോ ഭാഗങ്ങളും കണ്ടു കഴിഞ്ഞാൽ അതിനേക്കാൾ വലിയ മഴ ഇവിടെ പെയ്തു എന്ന് തോന്നും. അത്രയ്ക്ക് വലിയ മാറ്റങ്ങളാണ് 2-3 മണിക്കൂറിനുള്ളിൽ നമുക്ക് തോന്നുന്നത്. മഴയുടെ ശക്തി കൊണ്ട് ഗതിമാറി ഒഴുകുന്ന തോട് മുതൽ 2 ദിവസം മുമ്പ് ഏറ്റവും അടിയിലായിരുന്ന വെള്ളം പാലത്തിൻ്റെ 3/4 ഭാഗത്തോളം നിറഞ്ഞ് ഒഴുകുന്ന നദി വരെ അട്ടപ്പാടിയിലുണ്ട്. അട്ടപ്പാടിയിൽ ഇപ്പോൾ 3-4 ദിവസമായി നിർത്താതെ പെയ്യുന്ന മഴയാണ്. അതിനൊപ്പം തന്നെ പോയ കരണ്ടുമാണ്. പല ഭാഗങ്ങളും ഇപ്പോഴും ഇരുട്ടിലാണ്. ഇവിടെയുള്ളവർക്ക് ഇതെല്ലാം സർവ്വസാധാരണമായതുകൊണ്ട് യാതൊരു പ്രശ്നവുമില്ലാതെ മഴക്കാലത്തെയും അവർ അതിജീവിക്കും. നമ്മളുള്ളത് പാക്കളത്താണ്. ഇന്നലെ ഇവിടെ വലിയ കാര്യമായിട്ടുള്ളൊരു മഴയൊന്നും ഇല്ലായിരുന്നു. പക്ഷേ ഇന്നൊരു 1-2 മണിക്കൂറായിട്ട് നല്ല മഴയായിരുന്നു. നമ്മുടെ തോട് ഒട്ടും വെള്ളമില്ലാതെ ഇങ്ങനെ കിടക്കുമായിരുന്നു കേട്ടോ. ഇപ്പം അതിനകത്തിൻ്റെ അവസ്ഥ എന്താണെന്ന് ഞാൻ കാണിച്ചുതരാം. കുറച്ച് നേരത്തെ തോർച്ച കിട്ടിയിട്ടുണ്ട്. അതിനാണ് ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്നത്.
ഇപ്പം നമ്മളുള്ളത് ആനക്കൽ പാലത്തിലാണ് കേട്ടോ. ഇവിടുത്തെ വാഴത്തോപ്പുകളിലേക്കൊക്കെ വെള്ളം കയറിയിരിക്കുകയാണ്. ഈ പാലത്തിൻ്റെ ഏറ്റവും അടിയിലായിട്ടായിരുന്നു വെള്ളം ഉണ്ടായിരുന്നത്. പക്ഷെ ഇപ്പം 3/4 ഭാഗത്തോളം വെള്ളം നിറഞ്ഞിരിക്കുകയാണ് കേട്ടോ. അട്ടപ്പാടിയിലേക്ക് വരുന്ന സഞ്ചാരികളിൽ കൂടുതൽ പേരും ആദ്യം വിസിറ്റ് ചെയ്യുന്ന സ്ഥലമാണ് നമ്മുടെ ഈ ആനക്കൽ പാലം കേട്ടോ. ഇപ്പോഴും ഈ നല്ല മഴയുടെ സമയത്തും കോയമ്പത്തൂർ, മലപ്പുറം ആ ഭാഗങ്ങളിൽ നിന്നൊക്കെ കൂടുതലായിട്ടും ആളുകൾ ഇന്നും വന്നിട്ടുണ്ടായിരുന്നേ. അപ്പം നമുക്ക് ഉടനെ തന്നെ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.